ഹിന്ദു, സിഖ്, ബുദ്ധമതം ഒഴികെയുള്ള മതം സ്വീകരിക്കുന്നവർ പട്ടികജാതിക്കാരായി പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. മറ്റേതെങ്കിലും മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതോടുകൂടി ഇവരുടെ പട്ടികജാതി പദവി ഇല്ലാതാകും. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് വ്യക്തിക്ക് പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കില്ലെന്നും ജസ്റ്റിസുമാരായ PK മിശ്ര, NV അഞ്ചേരിയ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. തൗഫീഖ് അസ്ലം ചേരുകയാണ്. തൗഫീഖ് അസ്ലം, വളരെ നീണ്ട കാലത്തെ ഒരു നിയമ പോരാട്ടത്തിന്റെ പശ്ചാത്തലം ഇതിനുണ്ട്. ഒരു തവണ കൂടി സുപ്രീം കോടതി പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് കോടതി നിരത്തുന്ന കാരണം? സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് വ്യക്തിക്ക് പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ PK മിശ്ര, NV അഞ്ചാരി അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറത്തു വന്നത്. ഈ കേസിന്റെ ആധാരം എന്ന് പറയുന്നത് ചിന്താട്ട ആനന്ദ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഈ ജാതി വിവേചനം നിലവിലില്ലാത്ത ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം പട്ടികജാതി പദവി അസാധുവാക്കുന്നതായി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പാസ്റ്റർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ സമയത്തായിരുന്നു ഈ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ഇപ്പോൾ ശരിവെക്കുകയാണ് ഉണ്ടായത്. 3 മതത്തിലേക്ക്, അതായത് ഹിന്ദു, സിഖ്, ബുദ്ധ മതം ഒഴികെയുള്ള